ആപ്പിള് നീയൊക്കെ എന്ത് പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്? ഞങ്ങൾ എന്ത് ചെയ്തെന്നാ നീ ഇങ്ങനെ പറയുന്നത്? നിന്റെയൊക്കെ ആ ഒരു ആപ്പ് സ്റ്റോറില്ലേ, ആ ആപ്പ് സ്റ്റോറിൽ മസ്റ്റ് ഹാവ് സെക്ഷനിൽ എന്റെ ഏതെങ്കിലും ആപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സോ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ? ഗ്രോക്കിന്റെ ഒക്കെ കപ്പാസിറ്റി നിനക്കൊക്കെ അറിയാം, എന്നിട്ട് നീ ഇമാതിരി പഴയ കാണിച്ച്. എക്സ് അതാണ് ഏറ്റവും നല്ല ന്യൂസ് ആപ്പ് ആയിട്ടുള്ളത് വേൾഡിൽ തന്നെ, എന്നിട്ട് നീ എമാതിരി ഊമ്പിയ പരിപാടികളാണ് കാണിക്കുന്നത്. നിന്റെ ആ ചവറ സാധനം നാട്ടുകാരും ഉപയോഗിക്കാത്തതുകൊണ്ട് പിന്നെ നീ എന്തിനാണ് ഞങ്ങളുടെ തലയെ കെട്ടി വെക്കുന്നത്? ആദ്യം നീ അങ്ങനത്തെ ഒരു നല്ലൊരു സാധനം ഉണ്ടാക്കാൻ നോക്കും, എന്നിട്ട് നീ ഞങ്ങളോട് ഡയലോഗ് അടിക്കാൻ ഇനി നീ നാട്ടുകാരെ കുറ്റം പറ. എന്നിട്ട് ഇത് അവിടെ ഒരുത്തനുണ്ടല്ലോ ഓപ്പണായി, അവനെയാണെങ്കിൽ നിങ്ങൾ എല്ലാത്തിലും കൊണ്ടേതാക്കും. നീയും അവനൊക്കെ ആയിട്ടുള്ള ബന്ധം നമുക്കറിയാം. അവന്മാര് കോൺട്രാക്റ്റും മറ്റേ സാധനമൊക്കെ ഒപ്പിട്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് അതിന്റെ ബാലൻസ് കിടന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാതിരി പരിപാടി കാണിക്കുന്നത് നമുക്കറിയാട്ടോ. നീ എന്തൊക്കെയാടാ പറഞ്ഞു വരുന്നത്? ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വലത്തി ഇങ്ങനെ മുകളിലേക്കാണല്ലോ വരുന്നത്. എന്തൊക്കെയൊക്കെയോ അങ്ങ് കടന്ന് വായി തോന്നുന്നതല്ല അങ്ങ് വിളിച്ചു പറയുക. ഓ മാന്യൻ, പകൽ മാന്യൻ. ഓ ആ എക്സിലൊക്കെ എന്തൊക്കെയാടാ നീ കാണിച്ചു കൊടുത്തേക്കുന്നത്? അതായത് നീ ആ എക്സ് എന്ന് ഏറ്റെടുത്തു അന്നോട്ട് അതിന്റെ ആൽഗൃതം പോയതാ. അതിനകത്ത് കിടന്ന അവന്റെ കളി ഫുള്ളു 29 മില്യൺ, 39 മില്യൺ, 400 മില്യൺ ഇങ്ങനെ കിടന്ന കളിയാണ്. ഒരുത്തൻ അതിന്റെ CEO ആയി, അതിന്റെ ഫണ്ടർ പോയി, അതിന്റെ ബാക്കി നാട്ടുകാർ ഫുള്ള് അനുഭവിക്കുന്നത്. എന്നിട്ട് അതിന്റെ ആൽഗൃതത്തിനെ ഒലത്തിയിട്ടാണ് അവൻ പൊളിറ്റിക്സ്, മറ്റേ പരിപാടി, മറിച്ച പരിപാടി ഇതെല്ലാം എടുക്കുന്നത്. നാളെയല്ല അവനക്ക്. എന്നാലേ നീ പോയിട്ട് നിന്റെ പോസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. അതിനകത്ത് ഇപ്പൊ 3 മില്യൺ യൂസേഴ്സിന്റെ വ്യൂ എന്ന് പറയുന്നത്. എന്താ നീയാണ് പറയുന്നത് ഞാൻ എക്സ് പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ട് നിനക്ക് 3 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. നിന്നേക്കാളും 10 ഇരട്ടി സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ഫോളോവേഴ്സ് ഉണ്ട്. എന്നിട്ട് നമ്മുടെ സാധനത്തിന് 29 മില്യൺ ഒക്കെ യൂസ് വരുന്നതിനാണ് അവന് കിഴപ്പ്. ഈ എന്തുവാടാ ഇതൊക്കെ? അതെ, അത് നമ്മുടെ സ്കില്ല്. അത് ഇതില്ലെങ്കിൽ അവിടെ മിണ്ടാതിരിക്കുക, കേട്ടല്ലോ. നീയില്ലേ എനിക്കൊരു അഫിഡവിറ്റ് എഴുതിട്ടോ, അതായത് എക്സിന്റെ സാധനം നമ്മൾ മാനിപ്പുലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അത് ഒരു അഫിഡവിറ്റ് എഴുതിട്ടോ എന്നാൽ ഞാൻ വല്ല വിശ്വസിക്കുക. അല്ലാതെ നിന്നെയൊന്നും നമ്മളുന്ന പരിപാടിയെ പണ്ട് തന്നെ നമുക്കില്ല, കേട്ടല്ലോ. മോനെ സാമ, നീ എന്താണ് വിചാരിച്ചത്? നിന്റെ ചാറ്റ് ബോർഡിനോട് എന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതായത് ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അത് അവന്മാര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന്. അതേപോലെ തന്നെ നിന്റെ ഒരു ചാറ്റ് ബോർഡ് ഉണ്ടായിരുന്നല്ലോ, എന്തായാലും പേര് ഗ്രോക്ക്. അതിനോട് തന്നെ ഞാൻ ചോദിച്ചു, നീ അതിന്റെ ആൽഗരിതമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ? അത് തന്നെ എനിക്ക് കാണിച്ചു തരുന്ന ഉത്തരം. അതായത് എലോൺ മസ്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ഗൂഗിളിൽ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. അതിനെന്താ മസ്കെ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളാണെങ്കിൽ എന്താ പ്രത്യേകത അറിയോ? നിങ്ങൾ ഈ യുമാരെ ഒരു ആപ്പ് സ്റ്റോറിനെ പോലെ ഒന്നുമല്ല, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള സാധനമൊക്കെ റൺ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ തന്നെ നമ്മൾ ഗ്രോക്ക് 32ഒക്കെയാണ്, പക്ഷെ അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ ഗൂഗിൾ ജെമിനി ഒക്കെ ആണെങ്കിൽ ഏകദേശം 47-ാമത്തെ. അതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ആണെങ്കിൽ ഓപ്പണായി പിന്നെ ഫസ്റ്റ് ആണ് അത് നമ്മൾ പൊട്ടിക്കും. ഇതാ കണ്ടോ, ഇനി ഗ്രോക്ക് 4 ഏരിയ എല്ലാം നമ്മുടെ അടുത്തുണ്ട്. നമ്മള് ഇവന്മാരുടെ ഈ 5 ഇല്ലേ, GPT 5, അതൊക്കെ നമ്മൾ പൊട്ടിക്കും എന്തായാലും. താങ്ക് യു മിസ്, താങ്ക് യു.